ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായമാണ് നമ്മളിന്ന് വായിക്കുന്നത്. 18-ാം അധ്യായത്തിൽ നമ്മൾ ഹെസ്ക്കിയാ രാജാവിനെ കുറിച്ചാണല്ലോ നമ്മൾ വായിച്ചത്. ആഹാസ് രാജാവിൻ്റെ മകനായിരുന്നു. ആഹാസിനെ പോലെ ആയിരുന്നില്ല. അദ്ദേഹം യഹോവയെ ഭയപ്പെട്ട് നീതിപൂർവം കാര്യങ്ങൾ ചെയ്തതായ ഒരു വ്യക്തിയാണ്. എന്നാൽ ആ മനുഷ്യനോട് അസീറിയൻ രാജാവായ സെന്നക്കെരീബ് യുദ്ധം പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തെ ആക്രമിക്കാൻ വരികയും ചെയ്തപ്പോൾ ഈ ഹെസ്ക്കിയാ രാജാവ് ദൈവഹിതം അറിയുവാൻ തക്കവണ്ണം യേശയ്യാ പ്രവാചകൻ്റെ അടുത്തേക്ക് തൻ്റെ സേനാനായകന്മാരിൽ ചിലരെ അവിടെ നിന്ന് അയക്കുകയാണ്. ഈ സെന്നക്കെരീബ് യഹോവയെ അധിക്ഷേപിച്ച് സംസാരിക്കുകയും ഈ ഹെസ്ക്കിയായെ ഭയപ്പെടുത്തുകയും ചെയ്ത കാര്യങ്ങളൊക്കെയും അവരവിടെ ചെന്ന് യെശയ്യാ പ്രവാചകനോട് പറഞ്ഞു. അതിനു മുമ്പ് ഈ ഹെസ്ക്കിയാ ചെയ്ത് നമ്മൾ വായിക്കുന്ന അദ്ദേഹം വസ്ത്രം കീറി ചാക്കൊടുത്ത് ദൈവസന്നിധിയിൽ കയറി നിന്ന് കരയുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. വസ്ത്രം കീറുക, ചാക്കൊടുക്കുക എന്നൊക്കെ ഉള്ളത് ഏറ്റവും വലിയ ദുഃഖകരമായ വിലാപത്തിൻ്റെ ദിവസത്തെ അനുഭവത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ യെശയ്യാ പ്രവാചകൻ ദൈവഹിതം ആരാഞ്ഞിട്ട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട. അവനൊരു താമസിയാതെ തന്നെ നിന്നോട് യുദ്ധത്തിന് വരുന്നവനായ സെന്നക്കെരീബ് ഒരു കിംവദന്തി കേട്ട് അവൻ മടങ്ങിപ്പോകും. അപ്രകാരം സംഭവിച്ചു. യെശയ്യാ കൊടുത്തുവിട്ടതായ സന്ദേശം ഹെസ്ക്കിയാ രാജാവ് വായിച്ചിട്ട് നമ്മൾ വായിക്കുന്നു. ദൈവസന്നിധിയിൽ അദ്ദേഹം ഇത് കയറി ആ കത്ത് ദൈവസന്നിധിയിൽ വെച്ച് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് രാജ്യത്തിൻ്റെ സംരക്ഷണയ്ക്ക് വേണ്ടി. അദ്ദേഹത്തിൻ്റെ സകല ദുഃഖവും പ്രയാസവും ദൈവസന്നിധിയിലാണ് അദ്ദേഹം അവിടെ സമർപ്പിക്കുന്നത്. കാരണം ദൈവമാണ് തന്നെ ആത്യന്തികമായി സംരക്ഷിക്കുവാൻ സാധിക്കുന്നെന്നുള്ള വിശ്വാസം ഈ ഹെസ്ക്കിയാ രാജാവിനുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം അപ്രകാരം അവിടെ ചെയ്തത്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ വീണ്ടും യെശയ്യാ പ്രവാചകനിൽ നിന്നുള്ള സന്ദേശം അദ്ദേഹത്തിന് ഇവിടെ ആശ്വാസത്തിൻ്റെ സന്ദേശം ഇവിടെ ലഭിക്കുകയാണ്. സെന്നക്കെരീബിന് നിന്നെ ഒന്നും ചെയ്യുവാൻ, അസീറിയൻ രാജാവിന് നിന്നെ ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. അതിൻ്റെ അടയാളമായി 2-3 അടയാളങ്ങൾ പറയുന്നു. നീ വിതയ്ക്കാതെ തന്നെ താനെ മുളയ്ക്കുന്നതിൽ നിന്ന് ഈ വർഷം നീ ഭക്ഷിക്കും. അതിനുശേഷം നീ കൃഷി ചെയ്യുമ്പോൾ വലിയ സമൃദ്ധി നിനക്ക് ലഭിക്കാൻ കാരണമായിട്ട് ഇത് തീരും. യഹൂദ സമൂഹത്തിൽ ഇവന് ശേഷിക്കുന്നവരൊക്കെ ആഴത്തിൽ അവർ വേരോടും അവർ നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ ആയിത്തീരും. അസീറിയൻ രാജാവ് നിന്റെ നഗരത്തിൽ പ്രവേശിക്കുകയില്ല. വന്ന വഴി അവൻ മടങ്ങിപ്പോകും. ഞാൻ ഈ നഗരത്തെ സംരക്ഷിക്കും. ഈ വലിയ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ സന്ദേശം യെശയ്യാ പ്രവാചകന് ഈ ഹെസ്ക്കിയാ രാജാവിന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം ഇവിടെ ലഭ്യമാവുകയാണ്. നമ്മൾ വായിക്കുന്നു, യുദ്ധത്തിനൊരുങ്ങിയതായ അസീറിയൻ രാജാവിൻ്റെ ആ കൂടാരത്തിൽ അന്ന് രാത്രി ദൈവദൂതൻ പ്രവേശിച്ച് 1,85,000 ശത്രുക്കളെ സംഹരിച്ച് കളഞ്ഞതായി, അല്ലെങ്കിൽ ഹെസ്ക്കിയായ്ക്ക് വേണ്ടി ദൈവദൂതനോട് യുദ്ധം ചെയ്യുന്നതായി നമ്മളവിടെ കാണുന്നുണ്ട്. അവിടെ നിന്ന് ഭയപ്പെട്ട നിനവായിലേക്ക് ഓടിപ്പോയ ഈ സെന്നക്കെരീബിന് അദ്ദേഹം അവിടെ അദ്ദേഹത്തിൻ്റെ ദേവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ തന്നെ അദ്ദേഹത്തിനെ വാളിനിരയാക്കിയതായി നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവും ഗെത്സമനായിൽ പ്രാർത്ഥന കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ യഹൂദന്മാർ വന്ന് കർത്താവിനെ അവിടെ വന്ന് പിടിക്കുന്നുണ്ട്. ആ സമയത്ത്
പത്രോസ്ലീഹ വാളെടുത്ത് ചേവകരിൽ ഒരാളെ വെട്ടുകയും അവൻ്റെ ചെവി മുറിഞ്ഞു പോവുകയും ചെയ്തു. അപ്പോൾ കർത്താവ് പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, വാൾ ഉറയിലിടുക, എനിക്കിതിൻ്റെ ആവശ്യമില്ല. ഞാൻ ആവശ്യപ്പെട്ടാൽ ദൂതന്മാരുടെ അനേക സംഘം എനിക്കിന്ന് കാവലായിട്ട് വരും. ആ ഒരു വലിയ ഉറപ്പായിരുന്നു നമ്മുടെ കർത്താവിൻ്റെ ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭയമില്ലാതെ ക്രൂശിലേക്ക് പോകുവാൻ കർത്താവിന് സാധിച്ചു. ഇതുപോലും നമ്മുടെ ജീവിതത്തിലും ഇന്ന് ഹെസക്കിയാ രാജാവ് നേരിട്ടതുപോലെയുള്ള വലിയ പ്രതിസന്ധികളുടെ അനുഭവങ്ങൾ നമുക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ശത്രു നമ്മെ ഇല്ലാതാക്കുമെന്ന് നമ്മൾ ഭയപ്പെടുന്നതായ സമയത്ത് കർത്താവ് പറഞ്ഞ വചനം നമ്മൾ ഓർക്കേണ്ടതാണ്. ഹെസക്കിയാ ചെയ്തതുപോലെ ദൈവസ്ഥനിൽ കയറി നമ്മൾ പ്രാർത്ഥിക്കുക. മാലാഖമാരുടെ അനേക സംഘങ്ങളെ ദൈവം സംരക്ഷണമായി നമുക്ക് ചുറ്റും അയക്കും. അതാണ് ഹെസക്കിയായുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ദൈവസ്ഥനിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാനും ശത്രുവാകുന്ന പിശാചിൻ്റെ പൈശാചികമായ എല്ലാ പ്രകോപനങ്ങളെയും അതിജീവിക്കുവാനും ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.